മരണത്തിന് 5 മിനിറ്റ് മുമ്പ് മനുഷ്യന് എന്താണ് സംഭവിക്കുന്നത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മരണത്തിന് 5 മിനിറ്റ് മുമ്പ് മനുഷ്യന് എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ലോകത്തിൽ ജനിച്ച ഓരോ മനുഷ്യനും ഒരു നാൾ മരണത്തെ നേരിടേണ്ടി വരും. ധനികനോ ദാരിദ്രനോ രാജാവോ സാധാരണക്കാരനോ ആയാലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഓരോ ആത്മാവും മരണത്തിൻ്റെ രുചി അറിയുന്നതാണ്. നാം ഇന്ന് ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മരണസമയം എപ്പോൾ വരുമെന്ന് നമുക്ക് അറിയില്ല. ചിലർ യുവത്വത്തിൽ മരിക്കുന്നു, ചിലർ വാർദ്ധക്യത്തിൽ. പക്ഷേ മരണം വരുമെന്നത് ഉറപ്പാണ് അല്ലേ? ഏത് സമയത്താണെങ്കിലും നമുക്ക് മരണം വരും എന്നുള്ളത് ഉറപ്പാണ്. മരണത്തിൻ്റെ നിമിഷങ്ങൾ അടുക്കുമ്പോൾ മനുഷ്യൻ്റെ ശക്തി കുറഞ്ഞു തുടങ്ങുന്നു. കുടുംബവും സുഹൃത്തുക്കളും ചുറ്റുമുണ്ടെങ്കിലും ആ യാത്രയിൽ അവനോടൊപ്പം പോകാൻ ആർക്കും കഴിയില്ല. അവൻ ചെയ്ത നല്ല പ്രവൃത്തികളും ചീത്ത പ്രവൃത്തികളും മാത്രമാണ് അവനോടൊപ്പം ഉണ്ടാകുന്നത്. നമ്മൾ എന്താണോ ഈ ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ എന്താണോ തിന്മ ചെയ്തിട്ടുള്ളത് അതും, ഇത് രണ്ടുമാണ് നമ്മുടെ കൂടെ പോരുള്ളൂ. വേറെ ആരും തന്നെ നമ്മളെ എത്ര നമ്മളെ കുറിച്ചിട്ട് കരുതിയിട്ട് കരയുന്ന ആൾക്കാർ നമ്മുടെ കൂടെ ആരെങ്കിലും പോരുമോ? ആരും പോരില്ല. ആ സമയം എപ്പോൾ എങ്ങനെയെന്ന് ആർക്കും അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് പ്രകാരം വിശ്വാസിയായ ഒരാളുടെ അടുത്തേക്ക് മലക്കുകൾ സമാധാന വാർത്തയുമായി വരും. അവൻ്റെ ഹൃദയത്തിൽ ശാന്തത നിറയും. എന്നാൽ അള്ളാഹുവിനെ അനുസരിക്കാതെ ജീവിച്ച ഒരാൾക്ക് ആ സമയം വളരെ പ്രയാസകരമായിരിക്കും. സഹോദരങ്ങളെ, മരണം വരുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം തൗബയാണ്. നാം ചെയ്ത പാപങ്ങൾക്ക് അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണം. നിസ്കാരം കാത്തു സൂക്ഷിക്കണം. ഖുർആൻ പാരായണം ചെയ്യണം. മാതാപിതാക്കളെ ബഹുമാനിക്കണം. മറ്റുള്ളവരോട് ചെയ്ത അനീതികൾക്ക് മാപ്പ് ചോദിക്കണം. ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ചോദ്യം, ഇപ്പോൾ തന്നെ മലക്കുൽ മൗത്ത് നമ്മുടെ അടുത്ത് വന്നാൽ നാം തയ്യാറാണോ? നമ്മുടെ നിസ്കാരങ്ങൾ ശരിയാണോ? നമ്മുടെ ഹൃദയം അള്ളാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറാണോ? ഈ ലോക ജീവിതം വളരെ ചെറുതാണ്, എന്നാൽ ആഖിറത്ത് അനന്തമാണ്. അതിനാൽ ഓരോ ദിവസവും അവസാന ദിവസമാണെന്ന് കരുതി ജീവിക്കാം. നല്ല പ്രവൃത്തികൾ വർദ്ധിപ്പിക്കാം. പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാം. അള്ളാഹുവിൻ്റെ കാരുണ്യം തേടാം. അള്ളാഹു നമ്മെ എല്ലാവരെയും നല്ല അന്ത്യം ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ, സ്വർഗം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.